സീതാപഹരണമാണ് നേരത്തെ നമ്മൾ കണ്ടത്. സീതാപഹരണം എന്ന് പറയുന്ന ആ ഭാഗം സീതയുടെ ഒരു ചാഞ്ചല്യമായി, ദുർബലതയായി അത് മാത്രമായിട്ട് നമ്മൾ കാണും. പക്ഷേ ഈ ദുർബലത എല്ലാവരിലും ഉണ്ട്. ആരെയും കുറ്റപ്പെടുത്താനാവരുത് രാമായണം. അപ്പൊ നമ്മളിലൊക്കെ ഈ ദുർബലതകൾ ഉണ്ട്. എത്രയോ ധീര വീര ശൂര പരാക്രമിയായ അർജുനൻ യുദ്ധക്കളത്തിൽ ദുർബലനായി. ഒരു വ്യക്തിക്കും സ്വതന്ത്രമായി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സഹവർത്തിത്വം, കൂട്ടായ്മ ഉണ്ടാവണം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സീതാപഹരണത്തിലൂടെ. അപ്പൊ സീതാപഹരണം സംഭവിക്കുന്നത് ചില സാഹചര്യങ്ങൾ നമ്മളെ അകറ്റി നിർത്തുമ്പോഴാണ്. ഇതൊന്ന് വലിയൊരു ഉള്ളറിവായിട്ട് നമുക്ക് ഹിന്ദു സമാജത്തിന് മനസ്സിലാവണം. എവിടെയാണോ അച്ഛനും അമ്മയും കുട്ടികളെക്കുറിച്ച് ഒരു കണക്ഷൻ അല്ലാതെ പോകുന്നത്, മാനസികമായി അച്ഛനമ്മമാര് കുട്ടികളിൽ നിന്ന് അകന്നു പോകുന്നത്, അപ്പോഴാണ് അവരിൽ പല ദൗർബല്യങ്ങളും പിടികൂടുന്നത്. നിങ്ങൾ നോക്കൂ, പല ലവ് ജിഹാദ് പ്രശ്നങ്ങള്, ലഹരി പ്രശ്നങ്ങള്, ആത്മഹത്യകള്, ഇതൊക്കെ നടക്കുന്നത് രാമൻ മാനിന്റെ പിന്നാലെ പോയതുപോലെ, രാമനെ അന്വേഷിച്ചിട്ട് ലക്ഷ്മണൻ പോയതുപോലെ ഒറ്റപ്പെടുന്ന സീതമാരെയാണ് രാവണനാകുന്ന ദുർബലതകൾ പിടികൂടുന്നത്. അപ്പൊ സീതയുടെ കഥയായിട്ട് രാമായണം നിൽക്കരുത്. ഇന്നും സീതാപഹരണം സംഭവിക്കുകയാണ്. സീതയെ അപഹരിക്കുന്ന രാവണൻ കേവലം ലങ്കാധിപനായ രാവണനല്ല. രാവണൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദുർബലതയാണ്. അപ്പൊ ദുർബലതയുള്ളവരെ, പലതരത്തിലുള്ള ദുർബലതകൾ ഉള്ളവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും കാമങ്ങളും സ്വാർത്ഥതകളും ഒക്കെ കയറി പിടിക്കും. അവിടെയാണ് എല്ലാവരും ഒരു കൂട്ടായ ബന്ധമുണ്ടാവേണ്ടത്. പണ്ട് കാലത്ത് എന്തിനാണ് ഒന്നിച്ച് സന്ധിക്ക് നാമം ചൊല്ലുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയങ്ങളെ അടുപ്പിക്കാനായിരുന്നു. ഒന്നിച്ച് നാമം ചൊല്ലുമ്പോൾ ഹൃദയബന്ധമുണ്ടാവുമായിരുന്നു. അതാണ് പഴയ കാലത്ത് സഹോദരി സഹോദരന്മാർക്കൊക്കെ വലിയ ഒരു ഹൃദയബന്ധം. അന്ന് ഓപ്പളോ അല്ലെങ്കിൽ ചേച്ചിയോ അല്ലെങ്കിൽ എന്താണ് പേര് വിളിക്കുകയെന്ന് വെച്ചാൽ ആ ബന്ധങ്ങൾക്കൊരു ഹൃദയബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ആഴമുണ്ടായിരുന്നു. ഇന്നിപ്പോ ഹൃദയബന്ധങ്ങളില്ല. ഇന്നിപ്പം അവൾ എൻ്റെ സിസ്റ്ററാണ്, ഇവൻ എൻ്റെ ബ്രദറാണെന്നുള്ള ബന്ധങ്ങളിലേക്ക് മനുഷ്യൻ മാറി. അതെന്തുകൊണ്ടാ ചോദിച്ചാൽ ഒരു ആധ്യാത്മികമായ ഒരു ഉൾബന്ധം കൂട്ടി ഉറപ്പിക്കാൻ പറ്റാതെ പോകുന്നു. അതാണ് നമുക്ക് സീതാദേവിയിൽ നിന്ന് പഠിക്കേണ്ടത്. എപ്പോൾ രാമലക്ഷ്മണന്മാർ അകന്നുവോ അപ്പൊ രാവണൻ കയറി. ഇതുപോലെയാണ് കുടുംബങ്ങളിലും. എപ്പോൾ മക്കളുമായി ആത്മബന്ധം നഷ്ടപ്പെടുന്നു അപ്പോഴാണ് ബാഹ്യശക്തികൾ കുട്ടികളുടെ ജീവിതത്തിൽ കയറുന്നത്. ഇന്നാണെങ്കിൽ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കൽ അത്ര എളുപ്പമല്ല. നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരാണ്. ഒരു 4 ടീച്ചർമാരെയാണ് MA MD ആയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വായിക്കുന്നുണ്ടോ നിങ്ങൾ? ടീച്ചർമാരാണ് നോക്കണം, സ്കൂൾ അധ്യാപികമാരാണ് നോക്കണം. വായിക്കുന്നുണ്ടോ പത്രം? അപ്പം സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരാണ് ലഹരി വിൽക്കുന്ന ഏജന്റുമാരായി പ്രവർത്തിച്ച് അതിൻ്റെ കച്ചവടക്കാരായി മാറുന്നത്. ഏതോ കൂട്ടുകെട്ടിൽപ്പെട്ടതാണ്. എന്നാൽ ഇവർക്കറിയാം കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല, ഇത് വലിയ അപകടം പിടിച്ച സാധനമാണ്, ഈ പൈസ നമുക്ക് ശാശ്വതമായി കയ്യിലുണ്ടാവില്ല, ഇത് അപകടത്തിലേക്കുള്ള ജയിലിലേക്കുള്ള യാത്രയാണ്. മനസ്സിലായില്ലേ? പിന്നെ കേരളത്തിലെ ജയിലായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ബിരിയാണിയും പണ്ടൊക്കെ ആയിരുന്നു ഉണ്ട കിട്ടല്. ഇന്നിപ്പോ ബിരിയാണിയും അവിടെ എന്താണ് ചപ്പാത്തിയും കറിയും ഒക്കെ ഉള്ള കാലാണ്. കഴിഞ്ഞ ദിവസം ആരോ എനിക്കൊരു ഫോട്ടോ അയച്ചു. പണ്ട് ഷൊർണൂറിലൊരു പെൺകുട്ടിയെ തട്ടിയിട്ട മണിജാമി, എന്തൊരു ജാമ്യാണത്രേ. എന്താണ്? ഭഗവാന്റെ പേര് അറിയില്ലെങ്കിലും അതൊക്കെ പഠിച്ചു വെക്കണം. എന്ത് പേരാ ജാമ്യെന്ന് എനിക്കറിയില്ല. ഏതായാലും ആ ചങ്ങാതിയുടെ ഫോട്ടോ അയച്ചു തന്ന്. അവൻ അന്ന് ജയിലിൽ പോകുമ്പോൾ എല്ലിച്ചൊരു മനുഷ്യനായിരുന്നു. ഇപ്പൊ ഉണ്ടാവാൻ നല്ല കല്യാണച്ചക്കനായിട്ടിരിക്കുന്നു.
ഒരു കല്യാണക്കാരൻ കഴിച്ച് നല്ലവണ്ണം വണ്ണമൊക്കെ വെച്ചിരിക്കുകയാണ് അവൻ. ആലോചിച്ചു നമ്മുടെ ഒരു അവസ്ഥ, ഹിന്ദു സമാജത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഒരു പെണ്ണിനെ കൊന്നവന് കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റാ. എന്നെ എങ്ങാനും ആ ജയിലിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കും, ഞാൻ ഉപ്പും മുളകും ഇല്ലാത്ത ഭക്ഷണം അവന് കൊടുക്കിയിരുന്നു. ഇത് നല്ല ബിരിയാണി, നല്ല കറിയൊക്കെ കൊടുത്ത്, ചപ്പാത്തിയും കൊടുത്ത് ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ക്രൂരന്മാരെ. മനസ്സിലായില്ലേ? ഇക്കാര്യത്തിലൊക്കെ ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് 100% യോജിക്കുന്ന ആളാണ്. എന്തായാലും ഇപ്പൊ അവിടെ ഒരു നിയമം വന്നു, ജയിലുള്ളവർക്ക് അത്ര നല്ല ഭക്ഷണമൊന്നും കൊടുക്കണ്ടെന്ന്. നിങ്ങൾ കൊലപാതകവും ക്രൂരതയും ചെയ്ത് ജയിലിൽ വന്ന് സൂഹിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ കഞ്ഞിയും മാറ്റും കഴിച്ചാൽ മതി, ഉപ്പുമാവും കൂട്ടി കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെയെങ്കിലും അവൻ പ്രതിജ്ഞ ചെയ്യും, ഒരു ദിവസം ഉപ്പുമാവ് കാണുമ്പോൾ ഇനി ഈ വഴിക്ക് ഇങ്ങോട്ട് വരരുതിട്ടോ എന്ന്. ഇല്ലേ? ഈ രാമായണത്തിനുണ്ടല്ലോ, താടകയെ കുറിച്ച് പറയുന്നു, അവളെ പേടിച്ചാരും അതുപോലെ ഉപ്പുമാവ് പേടിച്ചിട്ട് ആ വഴിക്ക് പോകരുത്. പക്ഷെ കേരളത്തിൽ നേരെ വിപരീതമാണ്. എല്ലാ തരത്തിലുള്ള നല്ല ഭക്ഷണമാണ് ജയിലിൽ കൊടുക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കി വെച്ച കാരണം കൂടുതൽ അവരെ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ. അപ്പൊ പിന്നെ അവർ ബിരിയാണി കൊടുക്കാതിരിക്കില്ല. അപ്പൊ ഈ തരത്തിലൊരു അധപ്പതനം ഉണ്ടാക്കിയപ്പോൾ ക്രൂരതയും അക്രമവും കൂടി വന്നു ഇവിടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രദ്ധ പോകുന്നിടത്താണ് ദുർബലതകളും അതുപോലെ മറ്റുള്ളവരുടെ സ്വാധീനവും മറ്റുള്ളവരുടെ ഇടപഴകലും ഉണ്ടാകുന്നത്. ഈ ശ്രദ്ധ എങ്ങനെയുണ്ടാവും? എപ്പോഴും മക്കളെ നോക്കിയിരിക്കാൻ പറ്റൂ? എപ്പോഴും ഇങ്ങനെ കണ്ണു നട്ടിട്ട് നക്കത്തിനെ പോലെ ഇരിക്കാൻ പറ്റൂ? അപ്പൊ അതിനാണ് സന്ധ്യയ്ക്കും മറ്റും ഒന്നിച്ചുള്ള നാമജപം, ഈ സത്സംഗം എന്നൊരു ബന്ധം. അതുണ്ടെങ്കിൽ കുറെയൊക്കെ ഹൃദയത്തിൽ ഒരു ആഴത്തിൽ ഒരു തോന്നൽ വരും, ഉള്ളിലൊരു തിരിച്ചറിവുണ്ടാവും, എവിടെയോ ചില അപകടങ്ങൾ എന്നെ കാത്തിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മണന് മനസ്സിലായി. ആ മാനുകളുടെ ഇടപഴകലിൽ തന്നെ ലക്ഷ്മണന് മനസ്സിലായി, ഈ വന്നിരിക്കുന്ന മാൻ പൊന്മാനല്ല, ഇതിൻ്റെ ഉള്ളിലൊരു ചതിയൻ മാനാണുള്ളത്, ഇതിലൊരു കള്ളമാനാണ് ഉള്ളത്. ആർക്ക് മനസ്സിലായി? ലക്ഷ്മണന്. അതുപോലെ രാമന്റെ കരച്ചിൽ കേട്ടപ്പോൾ ലക്ഷ്മണന് മനസ്സിലായി, ഇതൊരിക്കലും എൻ്റെ ജ്യേഷ്ഠന്റെ കരച്ചിലല്ല, ഇതൊരു കള്ളക്കരച്ചിലാണ്. ദേവി രാമൻ ഒരിക്കലും അപകടത്തിൽപ്പെടില്ല, അത് 100%. ആർക്ക് ഉറപ്പുണ്ട്? ലക്ഷ്മണന് ഉറപ്പുണ്ട്. എന്നാൽ കൂടെ കടന്ന ഭാര്യയ്ക്ക് ഉറപ്പില്ല. എന്ത് ഭർത്താവിനെ മനസ്സിലാവില്ല? മനസ്സിലായില്ലേ? ഭർത്താവിനെ മനസ്സിലാക്കിയ ഭാര്യയാണ് അത്രേ. ഇത്രയും 12 വർഷം രാമന്റെ കൂടെ കടന്നിട്ടും രാമന്റെ ശബ്ദം പോലും മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ ആർക്ക് പറ്റിയില്ല? പറയൂ. സീതയ്ക്ക് പറ്റിയില്ല. സീത അപ്പോഴേക്കും, അത് സീതയെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം ആ ഒരു നിമിഷം കേൾക്കുന്നതോടുകൂടി അവിടെ രാമനാണോ എന്നുള്ളതല്ല, തനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു, അപകടത്തിലാവുന്നു എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു വെപ്രാളം, മനസ്സിന്റെ ഒരു ചഞ്ചലത, മനസ്സിന്റെ ഒരു അസ്വസ്ഥത വേണ്ടാത്ത തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നു. ഈ മനസ്സെന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, മനസ്സെന്ന് പറയുന്നത് എവിടെയൊക്കെ സ്വാർത്ഥതയും എവിടെയൊക്കെ അതിന് കാമവും ക്രോധവും ഒക്കെ വന്നു, പിന്നെ അതിന്റെ നിയന്ത്രണം വിട്ടുപോകും, പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് അർജുനനോട് കൃഷ്ണൻ പറയും, അർജുന, 2 ശത്രുക്കൾ മനുഷ്യന്റെ മനസ്സിലുണ്ട്. 2 ശത്രുക്കൾ, ഒന്ന് കാമവും 2 ക്രോധവും. എല്ലാ മനസ്സുകളിലും ഉണ്ട്. കാമം എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ പറഞ്ഞു, സ്വാർത്ഥമായ സുഖങ്ങൾ. എന്താണ്? തൻ്റെ സുഖത്തിന് പറയുന്ന പേരാണ് കാമം. അല്ലാതെ ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു വികാരത്തെ അല്ലത്. അപ്പൊ സ്വാർത്ഥ സുഖങ്ങൾ, സ്വാർത്ഥ സ്നേഹങ്ങൾ, സ്വാർത്ഥമായ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ക്രോധവും വരും, പൊട്ടിത്തെറിക്കും, മനുഷ്യബന്ധങ്ങൾ താളം തെറ്റിക്കും. അപ്പൊ ഈ കാമക്രോധങ്ങളിൽ പെട്ട് പോവാതിരിക്കാൻ നിങ്ങൾ ഗീതയിലെ ഈ ശ്ലോകം കാണും. അർജുനൻ ചോദിക്കും, എന്തുകൊണ്ടാണ് കൃഷ്ണ ആളുകൾ പാപം ചെയ്യുന്നത്? അതൊക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ. ആരും പാപം ചെയ്യണമെന്ന് വിചാരിച്ചല്ല. അപ്പൊ പാപം നോക്കൂ, പാപം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണം, ഇതൊക്കെ കോണ്ടെക്സ്റ്റ് നോക്കി മനസ്സിലാക്കണം. അപ്പൊ സീത ലക്ഷ്മണനെ ചീത്ത വാക്ക് പറയുന്നു, ഒരു ക്രോധാവേശത്തിൽ ലക്ഷ്മണനെ വളരെ മോശം വാക്കുകൾ പറയുന്നു. ഇന്ന് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്ത ബന്ധങ്ങൾ തകരുന്നത് ഇത്തരത്തിലുള്ള വാക്പ്രയോഗങ്ങളാണ്. ആണോ അല്ലയോ? ചില വികാരത്തിന്റെ ആവേശത്തിൽ, എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും ഭാര്യയോട് സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പൊ ഭാര്യയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും, ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും. അപ്പൊ പിന്നെ ക്രോധം വരുമ്പോൾ പറയുന്ന വാക്കുകൾക്ക് ചിലപ്പം
നിയന്ത്രണം ഉണ്ടാവില്ല. അത് ചിലരുടെ ഉള്ളിൽ ആഴത്തിൽ തട്ടും. അത് മതി ചില ബന്ധങ്ങൾ തകരാനായിട്ട്. അപ്പൊ എത്രമാത്രം ഈ രാമായണം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും നല്ല ബന്ധങ്ങളായി കൊണ്ടു നടന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് താളം തെറ്റുന്നു. എന്താണ്? അർജുനൻ ചോദിക്കുകയാണ്, എന്താ ഇതിന് കാരണം എന്ന്. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഇതിന് കാരണം കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്ധി ഇവർ വൈരീനം. ഇത് വൈരികളാണ്, ശത്രുക്കളാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ ചില ദുർബല വികാരങ്ങൾ പൊട്ടിപ്പുറത്ത് വന്ന് അത് ക്രോധമായി മാറാതിരിക്കാൻ അതിനൊരു നിയന്ത്രണം ഉണ്ടാവണമെങ്കിൽ, സഹനശക്തി ഉണ്ടാവണമെങ്കിൽ, ക്ഷമാശക്തി ഉണ്ടാവണമെങ്കിൽ അതിന് നിരന്തരമായ ചില അനുഷ്ഠാനങ്ങൾ ഉണ്ടാവണം. അപ്പൊ ഇന്ന് നമ്മുടെ തലമുറകൾക്ക് അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ വളരെ കുറവായതുകൊണ്ട് അവരുടെ ഉള്ളിൽ പ്രക്ഷുബ്ധമാകുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ നോക്കൂ, കുറെ ക്ഷേത്രങ്ങളിൽ പോയതുകൊണ്ടോ വഴിപാടുകൾ ചെയ്ത് പൂജ ചെയ്തുകൊണ്ടൊന്നും വ്യക്തിബന്ധങ്ങൾ നിൽക്കില്ല. പല അച്ഛനമ്മമാരുടെ ധാരണ ഇതാണ്, ഗുരുവായൂരിൽ പോയി കല്യാണം നടത്തിയ ഒക്കെ എന്നാണ്. അങ്ങനെ ഗുരുവായൂരിൽ പോയി കല്യാണം നടത്തിയത് കൊണ്ടോ കൈലാസത്തിൽ പോയി കല്യാണം നടത്തിയത് കൊണ്ടൊന്നും കല്യാണ ബന്ധം സ്ഥിരമാവില്ല. കല്യാണ ബന്ധം സ്ഥിരമായി നിൽക്കണമെങ്കിൽ തള്ളി വരുന്ന തൻ്റെ ഉള്ളിലുള്ള ചില വികാര പ്രക്ഷുബ്ധതകളെ ക്രോധമാവാതെ പിടിച്ചു നിർത്താനുള്ള ഒരു സഹനശക്തി ഉള്ളിൽ ഉണ്ടാവണം. ഒരിക്കൽ ക്രോധം വന്ന് കൈവിട്ടു പോയിട്ട് പിന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഗീതയിൽ 2-ാം അധ്യായത്തിൽ അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരാളുടെ അധപ്പതനത്തിന്റെ 8 പടികള്. അത് ഗീതയിലെ ഏറ്റവും ഗംഭീര ശ്ലോകം. നമ്മൾ കുട്ടികൾ പഠിക്കേണ്ട ശ്ലോകമാണ്. 62-ഉം 63-ഉം ശ്ലോകം 2-ാം അധ്യായത്തില് എല്ലാ കുട്ടികളും പഠിക്കേണ്ടതാണ്. അവരെങ്ങനെയാണ് മനസ്സ് കൈവിട്ടു പോവാന്ന് കൃഷ്ണൻ പഠിപ്പിക്കുകയാണ്. കേട്ടിട്ടുണ്ടോ? ഗാന്ധിജി പറയും, എന്നെ ഒരു ആധ്യാത്മിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നത് ഗീതയിലെ 62-ഉം 63-ഉം ശ്ലോകമാണ്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു സമൂഹം മുഴുവൻ പഠിക്കേണ്ട 2 ശ്ലോകമാണ് ഗീതയിലെ 62-ഉം 63-ഉം, സെക്കൻഡ് ചാപ്റ്റർ. ഇത് അറിയാത്ത കുട്ടികളെ ഉണ്ടാകരുത്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് തകർന്നു പോകുന്നത്. അറിയുന്നവരുണ്ടോ ആരെങ്കിലും ആ ശ്ലോകങ്ങൾ? ഇവിടെ ഗീതയിലെ 2-ാം അധ്യായത്തിലെ 62-ഉം 63-ഉം ശ്ലോകം അറിയുന്നവരുണ്ടോ? അതാണ് നമ്മുടെ ഒരു ശാപം എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ ഹിന്ദുക്കളാണെങ്കിലും ജന്തുക്കളായി പോയി. എന്നിട്ട് നമ്മൾ ഇരുന്ന് കരയാണ്. നിങ്ങൾ അമ്പലങ്ങളിൽ പോയി കരയാണ്. നോക്കൂ, നിങ്ങൾ ഗുരുവായൂരിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം ഡൈവേഴ്സിന്റെ വക്കിലെത്തി കിടക്കുന്ന മക്കൾ. ഞാൻ ഒരുപക്ഷെ നിങ്ങളെക്കാളും കൂടുതൽ ഡീൽ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം അത്. പല ബന്ധങ്ങളും താളം തെറ്റി, ഒന്ന് സ്വാമി ഒന്ന് പറയൂ, ഒന്ന് സംസാരിക്കൂ, ചെറിയ ചെറിയ തെറ്റിദ്ധാരണകള്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ തരത്തിലുള്ള ഇതൊന്നും പഠിക്കാതെ നമ്മൾ ജീവിക്കുകയാണ്. വെറും എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ഞാൻ സി ആണ്, അല്ലെങ്കിൽ ഞാൻ ലോയർ ആണ്, അല്ലെങ്കിൽ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഈ തരത്തിലുള്ള അഹങ്കാരം ഗമ വെച്ച് നടക്കുക. ഇതുകൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് പോവില്ല. കാരണം തനി സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ സീത ഒരു നിമിഷം കൊണ്ട് സീതയുടെ മനസ്സ് മുഴുവൻ താളം തെറ്റി ഉള്ളിൽ നിന്ന് ക്രോധം പുറത്തു വന്ന് ആ ലക്ഷ്മണനോട് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ലക്ഷ്മണൻ ഉള്ളിൽ അവതരിപ്പിച്ചു. ആണോ അല്ലയോ? ഇന്നാണെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ത്രീയെ തിരിഞ്ഞു നോക്കൂ ഒരാള്. നോക്കുവോ? കഴിഞ്ഞു, ബന്ധങ്ങൾ കഴിഞ്ഞു, അതോടുകൂടി തകർന്നു തരിപ്പണാക്കി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അത്തരം കാര്യങ്ങൾ വരാതിരിക്കണമെങ്കിൽ അതിന് ചില മുൻകരുതലുകൾ എടുക്കാനാണ് ഈ കഥകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. ഈ ഗീതയിലെ ഈ 2 വരികൾ നിങ്ങൾ പഠിച്ചു വെക്കണം. 2 വരികളല്ല, 2 ശ്ലോകങ്ങൾ. 2-ാം അധ്യായം 62, 63. ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവരുത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഗീതയിലെ 2-ാം അധ്യായത്തിലെ ഏതാ ശ്ലോകം? 62-ഉം 63-ഉം. ധ്യായതേ വിഷയാൻ പുംസാം സംഗസ്തേഷൂപജായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഇതാണ് ശ്ലോകം. എന്താ പറയണത്? ആദ്യം തന്നെ എവിടെന്നാ തുടങ്ങുന്നത്? ധ്യായതോ വിഷയാൻ. എവിടെന്നാ തുടങ്ങുന്നത്? വിഷയങ്ങൾ ധ്യായതോ. അതായത് വിഷയങ്ങൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവന്റെ സ്വാർത്ഥ സുഖങ്ങളെ ധ്യാനിച്ച് ജീവിക്കുക. ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ മുഴുകി ജീവിക്കുക. ഏതിൽ മുഴുകി?
അവനവൻ്റെ ഒരു സ്വാർത്ഥ ജീവിതമുണ്ട്. എല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടങ്ങളുണ്ട്. എല്ലാവർക്കും അവരവരുടെ സ്പേസ് എന്ന് പറയുന്നതിന് എൻ്റെ സ്പേസ് ഉണ്ട്, എൻ്റെ ഒരു ഇഷ്ടങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളുടെ ഒരു ജീവിതം ഉണ്ടോ? ഇല്ല. മുഴുവൻ നിങ്ങൾ പറയുന്ന പോലെയാണോ അവർ ജീവിക്കുന്നത്? അപ്പൊ അവരവരുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കുന്ന കുട്ടികള്, അവരവരുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കുന്ന മനസ്സ്, ഇതിനെയാണ് ധ്യായതോ വിഷയ. അപ്പൊ എന്തുണ്ടാവും? ക്രമേണ ക്രമേണ ആ ഒരു സംസ്കാരം അവരുടെ ഉള്ളിൽ രൂപപ്പെടും. അപ്പൊ അവരുടെ ഉള്ളിൽ പല പല ആഗ്രഹങ്ങള്, പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? കാമങ്ങൾ ഉണ്ടാവും. കാമം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ. ഇപ്പം ഒരു ഭർത്താവ് ഭാര്യയോട് പറയാണ്, എനിക്കൊരു വണ്ടി വാങ്ങിക്കണം, നീ നിന്റെ സ്വർണം കുറച്ച് താ, ഞാൻ ഇതൊന്ന് പണയം വെച്ചിട്ട് വാങ്ങിച്ചോളാം. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് എനിക്കിത് തരാൻ തോന്നുന്നില്ല, കാരണം നിങ്ങളിത് എനിക്ക് എടുത്തു തരുന്നുള്ളതിന് ഒരു ഉറപ്പില്ല, കാരണം നിങ്ങൾ അച്ഛനും അമ്മയും പറയുന്നത് നിങ്ങൾ കൊള്ളരുതാത്തവനാണ്, ഒരു ഉത്തരവാദിത്തമില്ലാത്തവനാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ തരില്ല. അപ്പൊ കാമമുണ്ട്, ഒരു സാധനം മേടിക്കണം. അപ്പൊ ഭാര്യ ഇത് പറയുമ്പോ ഇയാൾക്ക് അടുത്തത് എന്താ ഉണ്ടാവുന്നത്? ക്രോധം. എന്താ ഉണ്ടാവുന്നത്? അപ്പം ഓരോരുത്തരുടെയും ജീവിത രീതി, ആ ജീവിത രീതിക്കനുസരിച്ച് ചില ആഗ്രഹങ്ങൾ വരും. ആഗ്രഹങ്ങൾ വരുമ്പോൾ അത് നിറവേറ്റാനായിട്ട് ഒരുപക്ഷെ മറ്റുള്ളവരോട് സഹായങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ക്രോധം വരുന്നു, അല്ലേ? അങ്ങനെയല്ലേ ക്രോധം വരുന്നത്? ആ ക്രോധം വരുന്നതോടുകൂടി പിന്നെ എന്തുണ്ടാവുന്നു? സമ്മോഹം. സമ്മോഹം എന്ന് പറഞ്ഞാൽ എന്ത് പറയണം എന്ത് പറയരുതെന്ന വിവേകം നഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് ഉള്ളിൽ നിന്ന് വരുന്നത് വായി തോന്നിയതൊക്കെ അങ്ങോട്ട് വരും. സ്മൃതി വിഭ്രമ, സ്മൃതി വിഭ്രമം. വിഭ്രമം എന്ന് പറഞ്ഞാൽ വിഭ്രമം ഉണ്ടാവുക, പരിഭ്രമം ഉണ്ടാവുക. എന്താണ് പറയരുത്, എന്താണ് പറയേണ്ടത്, അതൊന്നും അപ്പോ ഓർമ്മയില്ലാവില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയാൽ മതി. ഈ കുട്ടികളുടെ ഒരു പാറ്റകളുടെ ഒരു സമരം നടന്നു ഡൽഹിയില്. അതിലെത്ര പേരാണ് നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു സിനിമാ നടി ഉണ്ട്, തമിഴ്നാട്ടുകാരി. അവള് കാല് പിടിച്ച് പറയാണ്, എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ അബദ്ധം പറഞ്ഞതാണ്, തെറ്റ് പറഞ്ഞു പോയതാണ്, മോഡിയെ കൊല്ലണം, മോഡിയുടെ അമ്മയെ വരെ ചീത്ത വിളിച്ചിരിക്കുകയാണ് ചിലര്. വായിക്കുന്നുണ്ടോ നിങ്ങൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറയുന്നത് പിന്നീട് തനിക്ക് അപകടം. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ചിരിക്കുന്നത് അത് നിയമപ്രകാരം തെറ്റാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. കേസ് ഫയൽ ചെയ്താൽ ജാമ്യം കിട്ടില്ല. ആ സമയത്ത് ഇതൊന്നും ഓർമ്മ വരില്ല, കോൺസിക്വൻസ് എന്താന്നുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെ കൂടി ED-യുടെ കാറൊക്കെ കൂടെ തടുത്തു. അവരെ നേതാവിനെ നോക്കിയത്. പക്ഷെ ED എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പവറുള്ള ഏജൻസിയാണ്. ഇപ്പൊ ജാമ്യം കിട്ടാതെ നടക്കുക. അപ്പൊ ആ സമയത്ത് തോന്നുന്ന ഒരു ആവേശം അത് പിന്നീട് ഒരു ദുരന്തമായി ഒക്കെ പറയൂ മാറുന്നു. ഇത് സീതയുടെ കഥയല്ല, ഇത് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആണോ? ഇത് മനുഷ്യന് പഠിക്കണം. അപ്പൊ എൻ്റെ ഉള്ളിൽ ചില വികാര ആവേശങ്ങൾ വരുമ്പോൾ അത് ക്രോധമായി മാറാൻ ഞാൻ അവർക്ക് പറയൂ അനുവദിക്കാതിരിക്കാനുള്ള ഒരു പക്വത നമ്മളിൽ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് സീതയുടെ ഈ പൊട്ടിത്തെറി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് വേണ്ടതാണോ? അപ്പൊ അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന 2 വരികളാണ് ഗീതയിലെ ഈ വരികൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. നമ്മൾ ഓരോ കുട്ടിയും ഇത് മനപ്പാടാക്കണം. ഏതാണ്? ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷോപജായതേ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. പിന്നെ ഇരുന്ന് കരയണം, ദുഃഖിക്കണം. മനസ്സിലായില്ലേ? സീതയ്ക്ക് ദുഃഖിക്കേണ്ടി വന്നു, രാവണന്റെ കയ്യിൽ പെടേണ്ടി വന്നു. അപ്പൊ ആ ഒരു നിമിഷം സീത ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അത്ര ക്രോധത്താൽ ലക്ഷ്മണനോട് അങ്ങനെ ഒരിക്കലും പറയരുതായിരുന്നു. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴേക്കും പറഞ്ഞ് കൈ വിട്ടുപോയി. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ്. കാരണം ഇന്നെന്താന്ന് വെച്ചാൽ
വികാരത്തിന്റെ പ്രക്ഷുബ്ധത പണ്ടത്തെക്കാളും കൂടുതലാണ്. ഇന്നിപ്പം പഴയ കാലല്ല. ഇന്നിപ്പം എന്താ അറിയോ, കത്തിയെടുത്ത് കുത്തുന്ന കാലാണ്. സ്വന്തം അച്ഛനെ കുത്തുന്നു, സ്വന്തം അമ്മയെ തല്ലുന്നു. ലഹരിയും കൂടെ തലയ്ക്ക് കയറി. നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട്. അതായത് ഒരു കൊരങ്ങൻ മദ്യം കുടിച്ചു. എവിടെയോ ഒരുത്തൻ കള്ളി എത്താൻ വേണ്ടിയിട്ട്, ഇവിടെയാണെങ്കിൽ പാലക്കാട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, തെങ്ങിന്റെ മുകളിലൊക്കെ എന്തുണ്ടാവും? തെങ്ങിന്റെ കൊലയോ, കള്ളിന്റെ കുടം, എന്തുണ്ടാവും? കണ്ടില്ല? തെങ്ങിന്റെ കുടം കണ്ടിട്ടില്ലേ നിങ്ങള്? പാലക്കാട് നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ ഇനി ജന്മത്തിൽ കാണൂല്ല. കാരണം ഇതിന്റെ മെയിൻ ഉൽപാദന കേന്ദ്രമാണ് പാലക്കാട്. പനകളിലൊക്കെ കള്ളി എത്തുന്നത്. ഈ കൊരങ്ങൻ എവിടുന്നോ ഇത്തിരി കള്ള് കിട്ടി. കൊരങ്ങൻ കള്ളു കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിലേ അതിന് ഭ്രാന്ത്. അതിനെന്താ ചെയ്യേണ്ട അറിയില്ല, ആകെ ഭ്രാന്ത്. അതിന്റെ ഇടയിൽ അതിനൊരു കടന്നലും കുത്തി. അല്ലെങ്കിലേ കള്ളു കുടിച്ചതിന്റെ ബോധമില്ലായ്മ നല്ലോണം. അതിന്റെ കൂടെ ഇതുപോലെയാണ് ഇന്നത്തെ സമൂഹം. ഒരു കൂട്ടം സോഷ്യൽ മീഡിയകളിൽ കുരുങ്ങി അതിൻ്റെ ഇടയിലെ ലഹരിയും കൂടി തലയ്ക്ക് അടിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ മുന്നിലുള്ളത് ഭാര്യയാണോ അമ്മയാണോ അച്ഛനാണോ എന്നൊന്നും ബോധം ഉണ്ടാവില്ല. എത്ര അച്ഛനമ്മമാരാണ് മക്കളുടെ കൈ കൊണ്ട് മരിക്കപ്പെടുന്നത് നോക്കൂ നിങ്ങൾ. എത്ര സ്ത്രീകൾ, ഭാര്യമാരാണ് ഭർത്താവിന്റെ കൈ കൊണ്ട് തല്ല് കിട്ടിയിട്ടും കുത്ത് കിട്ടിയിട്ടും മരിക്കുന്നത് ഉണ്ടോ? എന്താ മിണ്ടാത്തതേ? ഇന്നിപ്പോ സ്ത്രീകളും മോശമല്ല, സ്ത്രീകളും തിരിച്ചതുപോലെ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? സ്ത്രീകൾ പിന്നെ അങ്ങനെയല്ല, ഉന്തിത്തള്ളി അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ പരിപാടികളൊക്കെയാണ് സ്ത്രീകൾ നോക്കുന്നത്. കാമുകനോടൊക്കെ ചേർന്ന് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പൊ ഈ തരത്തിലൊക്കെ ഇന്ന് നമ്മുടെ കുട്ടികളാണ് ഇതിൽ കൂടുതലും ഇരകളാകുന്നത്. നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ദുർമരണങ്ങളൊക്കെ വായിച്ചാൽ ഇരകൾ എപ്പോഴും ഹിന്ദു കുട്ടികളാവും. ഒരു ദിവസമെങ്കിലും ആത്മഹത്യ ചെയ്യാത്ത കുട്ടികൾ കുറവാണ്. മനസ്സിലായില്ലേ? കേരളം ഇന്ന് ഹിന്ദു സമാജത്തിന്റെ ഒരു ആത്മഹത്യ ഹബ്ബായിട്ട് മാറി. കാരണം എന്താണ്? പല വിഷമങ്ങളെയും നേരിടാനുള്ളൊരു മനോബലം ഇല്ലാതെ ദുർബലത അത്രമാത്രം അവരെ സ്വാധീനിച്ചു കഴിഞ്ഞു. അതെന്താ കാരണം? മനോബലം ഉണ്ടാക്കുന്ന ഒരു സംസ്കൃതി നമ്മൾ ഹിന്ദു സമൂഹം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങൾ രാമായണമൊക്കെ കേട്ടാലും വീട്ടിലെത്തിയ നിങ്ങൾ സീരിയലിലേക്ക് പോയി. കാരണം അത് നിങ്ങൾ ശീലിച്ചു പോയി. ഏത് മിണ്ടണില്ലേ നിങ്ങള്? ഇവിടെ പലരും ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഉള്ളിൽ തന്നെ മനസ്സിൽ പറയരുത് എപ്പോഴാവോ തീരെ, എന്നിട്ട് വേണം അവൾ മതിലാണോ ചാടുന്നത് തെങ്ങാണോ ചാടുന്നത് എന്നുള്ളത്. ആ സീരിയലിന്റെ മുകളിലാണ് നമ്മൾ ഹിന്ദുക്കൾ ഇത്ര അധപ്പതിച്ചു പോയി എന്ന് പറയാം. എന്നാൽ നിങ്ങൾ ആ മുസ്ലിങ്ങളെയൊക്കെ കണ്ട് ഇവിടെയാ പഠിക്കുന്നത്. അവരെ വൈകുന്നേരത്തെ നിസ്കാരമായ ഒരു സീരിയലും അവർക്ക് ബാധകമല്ല. അവരവരുടെ നിസ്കാര പായിട്ട് അവർ നിസ്കരിച്ചു. ആണോ അല്ലയോ? ഇനിയെങ്കിലും നമ്മൾ ആ തിരിച്ചറിവിലേക്കൊന്ന് വരണം. ഈ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഇതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെങ്കിലും കൊണ്ടുവരാൻ നിങ്ങളൊന്ന് നോക്കൂ. എത്ര ഭാഗ്യമുണ്ട്, ഇവിടെയൊക്കെ ഒരു അമ്പലം വരുന്നു. അതും ദാസിയെ പോലുള്ളൊരു മഹാൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു അമ്പലം കെട്ടി. അപ്പൊ ഈ തരത്തിൽ എത്രയോ ക്ഷേത്രങ്ങൾ, അന്ന് പണ്ടത്തെ ക്ഷേത്രങ്ങളല്ല, എല്ലാ ക്ഷേത്രങ്ങളും വളരെ പുരോഗതി പ്രാപിക്കുന്നുണ്ടെങ്കിലും കുട്ടികളിലേക്ക് ഇത്തരം സംസ്കാരങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാര് വളരെ കുറവാണ്. കാരണം എല്ലാവർക്കും ട്യൂഷനാണ് വേണ്ടത്. എല്ലാവർക്കും വേണ്ടത് നീറ്റ് എക്സാം മക്കൾ പാസ്സാവുമെന്ന്. നീറ്റായിട്ട് അത് തൂങ്ങുമെന്നുള്ളത് അറിയില്ല. അത് നീറ്റ് എക്സാം കഴിഞ്ഞിട്ടും കാര്യം ഇപ്പം എന്താ ഉള്ളത്? മെഡിക്കൽ കോളേജിൽ തൂങ്ങി മരിക്കില്ലേ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങളുടെ കുട്ടികൾക്ക്, ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം, ഞാൻ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. അമ്മ പെൺകുട്ടിയും കൊണ്ടുവന്നു. എനിക്ക് കൃത്യം ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ഞാൻ ആ കോട്ടയം ആ ഭാഗത്ത് എവിടെയോ സപ്താഹം നടത്തുകയാണ്. ഈ കുട്ടി നീറ്റ് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് പാലയിൽ അവിടെ ബ്രില്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്യൂഷൻ ചേർന്നു. ഈ കുട്ടിക്ക് +2 സെക്കൻഡ് റാങ്ക് ആണ്. ഈ കുട്ടി ഇത്രയും ബ്രില്യൻ്റ് ആണ്. പക്ഷെ എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ റൂംമേറ്റ് ഒരു ദിവസം സൂയിസൈഡ് ചെയ്തു. അവൾക്കത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവൾ റൂമിൽ തൂങ്ങി മരിച്ചു. ഈ തൂങ്ങി മരിച്ച ചിത്രം ഈ കുട്ടി കണ്ടു. മീൻസ് ഇവള് റൂം തുറന്ന് വന്ന് പുറത്തു പോയതാണ്. അപ്പോഴേക്കും മറ്റവൾ പണിയൊപ്പിച്ചു. ഇവൾ കാണുന്നത് തൂങ്ങിപ്പടയുന്ന കുട്ടിയാണ്. അത് ഇവൾക്കൊരു നിമിഷം ബോധം പോയി. ഉൾക്കൊള്ളാൻ പറ്റില്ല, എത്രയും സുഹൃത്തായിട്ട് നടന്ന ഒരു കുട്ടി തൂങ്ങി. അങ്ങനെ ഈ കുട്ടി മറ്റേ കുട്ടി മരിച്ചു. അപ്പോഴേക്കും പോലീസ് വന്നു, അത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം. ഈ കുട്ടിക്ക് പിന്നെ പഠിക്കുകയും വേണ്ട, ഒന്നും വേണ്ട.
ഈ ചിത്രം മനസ്സിൽ നിന്ന് പോകുന്നില്ല. നീറ്റ് എക്സാമിനേഷൻ നോക്കുക അച്ഛനമ്മമാർ. ഇന്നിപ്പോ അച്ഛനമ്മമാർ ഈ കുട്ടിയെ മാനസിക ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടിക്ക് ആ ചിത്രം മറക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ അത്ര തറച്ചുപോയി. അവൾ പറയും, എനിക്ക് നീറ്റും വേണ്ട, ഒന്നും വേണ്ട, ആരോടും മിണ്ടില്ല, റൂമിൽ ഒതുങ്ങി, റൂമിലേക്ക് വലിഞ്ഞ്. ആലോചിച്ചു, അച്ഛനും അമ്മയും മോഹം വെച്ചതാ. എനിക്ക് അച്ഛനോടും അമ്മയുടെ അപ്പുറം വെറുപ്പ് വന്നത്. അരെ, ഈ കുട്ടിയെ ഡോക്ടറാക്കണം ഇതന്നെ ചിന്തയുള്ളൂ. ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഏതൊക്കെ ചിത്രങ്ങളിലൂടെ ഈ കുട്ടി കടന്നു പോകുന്ന അമ്മയ്ക്ക് അറിയില്ല, അച്ഛനും അറിയില്ല. അറ്റ്ലീസ്റ്റ് ആ കുട്ടിയുടെ മനസ്സിനൊരു ഒരു മനോബലം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംസ്കാരം അതൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ടിപ്പം ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാരെ പിന്നാലെ നടക്കുക. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആ കുട്ടിയോട് എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴേക്കും അത് നിർത്താതെ കരയാണ്. മോളെ, നീ എന്താ കണ്ടത്? നീ വീണ്ടും വീണ്ടും ഓർക്ക്. എന്നിട്ട് നീ ഉള്ളിൽ പറയുക. ഞാൻ ആ കുട്ടിയോട് അതാ പറയുന്നത്, നീ കണ്ടതൊന്നും കൂടി ഓർക്കുക. കാരണം അതൊന്നും എസ്കേപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അതിനെ ഫേസ് ചെയ്ത് മാറ്റുക. എന്നിട്ട് മനസ്സിൽ പറയണം, ആ ശരീരമേ പോകുന്നുള്ളൂ, അതിലെ ആത്മാവ് പോകുന്നില്ല, അതിലെ ആത്മാവ് നശിക്കുന്നില്ല, അതിന് മറ്റൊരു ജന്മം. ഞാൻ ആ കുട്ടിക്ക് അതിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇത് വേഷം മാറൽ മാത്രമേ ഉള്ളൂ. നീ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കുക. ആ കുട്ടിക്ക് അതൊന്നും എത്തണില്ല. കാരണം അപ്പോഴേക്കും അത് പറയുമ്പോഴേക്കും കുട്ടി കരയാണ്. അതും കരയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാ കുട്ടി. എനിക്ക് തന്നെ പേടി, ആ കുട്ടിക്ക് കുറെ കഴിഞ്ഞാൽ മാനസിക ഭ്രാന്ത് വരുമോ, ഒരു സൈക്കിക് അവസ്ഥയിലേക്ക് പോവോ. ഒരു അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച ദുരന്തങ്ങളാണ്. നിങ്ങൾ വിചാരിക്കരുത് ഈ ട്യൂഷനും അതുപോലെ നീറ്റുമാണ് ജീവിതം എന്നുള്ളത്. പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിനെയൊക്കെ നേരിടാൻ അല്പം ഒരു മനോബലം നമുക്കുണ്ടാവാനാണ് എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ടുള്ള നാമജപങ്ങള്. അത് നമുക്കാരും പറഞ്ഞു തരുന്നില്ല. ഒരു നാമജപത്തിന്റെ അനുഷ്ഠാനം നമ്മുടെ സംസ്കാരത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ മനോബലം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഒരു വശത്തെ ഇത്തരം ദുരന്തങ്ങൾ, വേറെ വശത്തെ ക്രോധം നിയന്ത്രിക്കാൻ പറ്റാതെ ആ ക്രോധാവേശത്തിൽ പറയുന്ന വാക്കുകളും മറ്റും അത് അവനവന്റെയും മറ്റുള്ളവരുടെയും ബന്ധങ്ങൾ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നതായി മാറും. ആണോ അല്ലയോ? ഇതൊക്കെ ഹിന്ദുക്കളിലാണ് കൂടുതൽ. നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഹിന്ദുക്കളിലാണ്. മനസ്സിലാവുണ്ടല്ലോ. ഞാൻ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് പാറശാലയിൽ സപ്താഹം നടത്തുക, ട്രിവാൻഡ്രത്ത്, അവിടുന്ന് ബോർഡറിൽ. അപ്പൊ ഒരു അച്ഛൻ എന്നെ കാണാൻ വന്നു. അപ്പൊ അവരുടെ മകന്റെ ഡിവോഴ്സ് പ്രശ്നമാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഫയൽ ചെയ്തു. അപ്പൊ കേസിന്റെ നമ്പർ ചോദിച്ചപ്പോൾ 173 കേസ് നമ്പർ. ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചാണ്, എത്രാമത്തെ കേസ് നമ്പറാണ്? അപ്പൊ നിങ്ങൾക്കറിയാം, ഇത് ഫാമിലി കോർട്ടിലാണ് വരുന്നത്. എവിടെയാണ്? ഫാമിലി കോർട്ടിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡിവേഴ്സ് വരും, രണ്ട് കോമ്പൻസേഷൻ, അതായത് ചെലവിന് കൊടുക്കാനുള്ള കേസുകൾ, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാനുള്ള, ഇങ്ങനെയുള്ള കുറെ മാറ്റേഴ്സ് ആണ്, ഫാമിലി ഓറിയന്റഡ് മാറ്റേഴ്സ് ആണ് എവിടെ വരിക? ഫാമിലി കോർട്ടിൽ. അപ്പൊ 173. ഞാനിത് പറയുന്നത് എപ്പോഴറിയോ? ഞാൻ ഈ സപ്താഹം നടത്തുന്നത് കഴിഞ്ഞ മാർച്ചിലോ അതോ ഏപ്രിലോ ആണ്. അപ്പം ഓരോ വർഷത്തെ കേസ് നമ്പർ ആണ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെയാണ് ഞാൻ സപ്താഹം നടത്തുന്നത്. അപ്പൊ 173. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുണ്ടോ? ഞാൻ പറയുന്ന വല്ലതും പിടികിട്ടുണ്ടോ? എന്താണ്? വെറും 3 മാസം കൊണ്ട് 173 കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണ്. അത് ട്രിവാൻഡ്രത്താണെങ്കിൽ 2 ഫാമിലി കോർട്ടാണ്. അതിലൊരു ഫാമിലി കോർട്ടിൽ ഇവർക്ക് പോകാൻ പറ്റും. ആലോചിച്ച് നോക്കുന്നത് എങ്ങോട്ടാണ് ഈ പോക്കുന്നുള്ളത്. ഇത് നമ്മൾ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഞാൻ ഒരു നിമിഷം അവരോട് ചോദിച്ചു, 173 കേസോ? അപ്പൊ അവരുടെ കേസ് മാത്രമേ നോക്കുള്ളൂ. ഇതെന്നെ വല്ലാതെ ഉള്ളിൽ തട്ടി. അപ്പൊ നോക്കൂ, നമ്മൾ എത്ര ഇത് ഭൂരിപക്ഷം കേസും ആരുടെ ആയിരിക്കും? ഹിന്ദുക്കളുടെ കേസ്. അതെന്താ ഹിന്ദുക്കൾക്ക് ഇത്രയും കേസ് വരാൻ കാരണം? ഇത് തന്നെ, അവനവന്റെ ക്രോധത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല. മനസ്സിലാവുണ്ടല്ലോ? ഒരു വശത്ത് അങ്ങനെയുള്ളത്, വേറെ വശത്ത് തൻ്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മനോബലവുമില്ല. മനസ്സിലാവുണ്ടല്ലോ? ഈ ക്ഷുദ്രത, ഈ ദുർബലത
ഇത് അപകടത്തിലേക്കാണ്. നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കേണ്ടത്. ഇത് സീതയെ നമുക്ക് കാണിച്ചു തരിക. രാമന്റെ പത്നിയാണ്, ജനക മഹാരാജാവിന്റെ പുത്രിയാണ്. ഇതൊക്കെയാണെങ്കിലും ഒരു നിമിഷത്തിലുണ്ടായ ക്രോധാവേശത്താൽ പറയുന്ന വാക്കുകളാണ് ലക്ഷ്മണനെ അകറ്റുന്നതും തൻ്റെ ജീവിതം രാവണന്റെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതോടുകൂടി സീത ജീവിതത്തിൽ നിന്നും സംശയിക്കപ്പെട്ടവളായി തീർന്നു. ലക്ഷ്മണനെ സംശയിക്കുന്ന സീത എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഒരു അലക്കുകാരൻ അവന്റെ വാക്കുകളിൽ എന്നെ സംശയിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കും. നോക്കൂ നിങ്ങൾ, കാലം എത്ര കഴിഞ്ഞു. സീത അഗ്നി പവിത്ര പരിശുദ്ധയായിട്ട് തിരിച്ചു വന്നു. അലക്കുകാരന്റെ വാക്കുകൾ കേട്ടിട്ടാണ് രാമസ്വാമി അവസാനം വാത്മീകി ആശ്രമത്തിൽ കൊണ്ടുവിടുന്നത്. ലക്ഷ്മണനെ സംശയിച്ച സീതയെ സംശയിക്കാൻ ഇപ്പുറത്തൊരു അലക്കുകാരനുണ്ടായിരുന്നു. കാലം അങ്ങനെയാണ്. ഓരോ കർമ്മത്തിനും കർമ്മത്തിന്റെ ഫലമുണ്ടാവും. ഇത് പലപ്പോഴും നമ്മളാരും അറിയുന്നില്ല. ഒരാവേശത്തിൽ ചെയ്യുന്നത് പിന്നീട് നമുക്ക് തന്നെ തിരിച്ചു വരും എന്ന് ഒരിക്കലും മനുഷ്യൻ മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? രാമായണം പഠിക്കുന്നത് സീതയുടെ കഥ കേൾക്കാനല്ല, സീതയിൽ നിന്നും രാമനിൽ നിന്നും ജീവിതത്തിന്റെ ചില സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ തലമുറകളിലും അങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ഇത് രാമായണം. ഇവിടെയാണ് നമുക്ക് ഗീതയും രാമായണവും ഒക്കെ ചേർത്ത് വായിക്കേണ്ടത്. എന്താണ്? ഗീതയിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ തത്വം പഠിക്കണം. രാമായണം അതിൻ്റെ ആ തത്വത്തെ എങ്ങനെയാണ് ജീവിതത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ജീവിതത്തിൽ ജീവിച്ചു കാണിക്കുക എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ ക്രോധം വന്നാലുണ്ടാകുന്ന സമ്മോഹം, സ്മൃതി വിഭ്രമം, ഇത് ഗീത പറയുമ്പോൾ അത് സീതയിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഗീതയും രാമായണവും ഒക്കെ ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഗീതയിലെ ഈ 2 ശ്ലോകങ്ങൾ. ഏത് 2 ശ്ലോകങ്ങൾ? 2-ാം അധ്യായത്തിലെ 62-ഉം 63-ഉം ശ്ലോകം നമ്മളെ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കണം. എന്നിട്ട് പറയണം, ക്രോധം അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വാക്കുകളുടെ, ചില ചീത്ത വാക്കുകളുടെ, ചില ക്രൂര വാക്കുകളുടെ പ്രയോഗം തന്നെ ചിലപ്പം കൈവിട്ട് പോയാൽ അത് അവനവന്റെ ജീവിതത്തിൽ തന്നെ അപകടങ്ങൾ വിളിച്ചു വരുത്തും. മനസ്സിലാവുണ്ടല്ലോ? ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ പോന്നു. കേരളത്തിലാണെങ്കിൽ ഒരു ലൈസൻസ് ആണ് ആളുകൾക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ അങ്ങനെ ഒരു ലൈസൻസ് ആണ്. ആ ലൈസൻസ് അവർ കൊണ്ടു നടന്നു. എന്ത് ചീത്തയും വിളിക്കാം, ആരാ നിങ്ങളെ ചോദ്യം ചെയ്യാൻ. പക്ഷെ ഇന്ന് അങ്ങനെ ചീത്ത വിളിച്ചിട്ടുള്ള രാഷ്ട്രീയങ്ങളൊക്കെയാണ് ജനം ഒരു അരുക്കാക്കി മാറ്റിയത്. ആണോ? സംസ്കാരശൂന്യമായി പോകുന്ന രാഷ്ട്രീയത്തെയൊക്കെ ജനങ്ങൾ കാലം കൊണ്ട് അതിനെ മാറ്റും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഏതായാലും നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. സീതയെ രാവണൻ അപഹരിച്ചു. രാവണൻ സീതയെ അപഹരിക്കുമ്പോൾ കാമാർത്ഥനാണെങ്കിലും ആ രാവണനുണ്ടല്ലോ കുറച്ചൊരു മര്യാദക്കാരനാണ്. രാവണൻ കുറച്ചൊരു മര്യാദക്കാരനാണ്. എന്താ മര്യാദക്കാരൻ? അത്ര ഒരു കാമാർത്ഥി ആയിരുന്നെങ്കിൽ രാവണൻ എന്ത് ചെയ്യുമായിരുന്നു? ഇന്നൊക്കെ നമ്മൾ കേൾക്കുന്ന രീതിയിൽ അതിനെ റേപ്പ് ചെയ്ത് അതിനെ കൊന്നുപോകുമായിരുന്നു, അല്ലേ? എന്നാൽ രാവണൻ സീതയെ അപഹരിച്ചു എന്നല്ലാതെ സീതയെ അങ്ങനെ തൻ്റെ കാമതൃപ്തിക്ക് വേണ്ടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത്രയും ആ ഒരു ആത്മനിയന്ത്രണം ആർക്കുണ്ടായിരുന്നു? അപ്പൊ രാവണനും ഇത്തിരി ഡീസന്റ് ആണ്. രാവണൻ അങ്ങനെ തല്ലിപ്പൊളിയാണെന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇന്ന് നിങ്ങളൊക്കെ കാണുന്നില്ലേ പാവം കൊച്ചു പിഞ്ചുങ്ങളെയൊക്കെ പിടിച്ചിട്ട് ഉപദ്രവിച്ച് നശിപ്പിക്കുന്ന, കൊല്ലുന്ന ആൾക്കാർ ഉണ്ടോ ഇല്ലയോ? അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ രാവണൻ എന്താ, നിങ്ങൾക്കൊന്നും പറയല്ലേ, കുറച്ചൊരു ഡീസന്റ് ആണ്. കാരണം അങ്ങനെ സീതയെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നശിപ്പിച്ചിട്ടൊന്നുമില്ല. ഉണ്ടോ? രാവണൻ സീതയുടെ അനുമതി ഇല്ലാതെ സീതയെ തൊടാൻ പോലും തയ്യാറില്ല. അപ്പൊ ആ കാര്യത്തിൽ രാവണൻ കുറച്ചുകൂടി ഇന്നത്തെ ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഒന്നും മിണ്ടാത്തത്. അതുകൊണ്ടായിരിക്കാം തമിഴ്നാട്ടിൽ രാവണന് ക്ഷേത്രം പണിതത്.
കാരണം രാവണനും കാരണം രാവണനുണ്ടല്ലോ, കാര്യം ഇത്തിരിയൊക്കെ കാമൊക്കെ ഉണ്ടെങ്കിലും അയാൾ വലിയ ശിവഭക്തനാണ്. അയാൾ വലിയൊരു ശിവഭക്തനാണ്. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇദ്ദേഹമാണ് ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ശിവതാണ്ഡവം എന്നൊരു സ്തോത്രം എഴുതിയത്. ആര്? അങ്ങനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? രാവണന്റെ രചനയിലുള്ള ശിവതാണ്ഡവ സ്തോത്രമുണ്ട്. കട്ടും പുട്ടും 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 എന്നൊരു ശ്ലോകമുണ്ട്. അത് രസകരമാണ് ആ ശ്ലോകം. കേട്ടിട്ടുണ്ടോ അത്? അങ്ങനെ രാവണൻ പോയി ആ എന്താണ് കൈലാസത്തിൽ പോയി തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ശിവൻ തൻ്റെ ആ സന്തോഷം കൊണ്ട് ഈ കീർത്തനമൊക്കെ കേട്ടിട്ട്, അതായത് ശിവതാണ്ഡവ ശ്ലോകം കേട്ട് ശിവൻ തന്നെ താണ്ഡവമൊക്കെ ചെയ്തു എന്നാണ്. അവസാനം രാവണൻ പോവാൻ നേരത്തെ ഒരു സമ്മാനം കൊടുത്തു. എന്താണ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ കഥ? എന്താ കൊടുത്തത്? ഒരു ശിവലിംഗത്തെ കൊടുത്തു. എന്താ കൊടുത്തത്? പാലക്കാട് കൊണ്ടാട്ടല്ല കൊടുത്തത്. എന്താ കൊടുത്തത്? എന്നാ കൊണ്ടുപോയിക്കോളൂ രാവണ, കുറച്ച് കൊണ്ടാട്ടം കൊണ്ടുപോയിക്കോളൂ എന്ന്. അപ്പൊ എന്താ കൊടുത്തത്? ഒരു ശിവലിംഗം കൊടുത്തു. എന്നിട്ട് ഈ ശിവലിംഗം കൊണ്ടുപോയി നീ ആരാധിച്ചോളൂ, ഞാൻ അവിടെ നിന്റെ കൂടെ ഉണ്ടാവുന്നു. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ദേവിക്ക് മനസ്സിലായി, ഇവനിത് അവിടെ കൊണ്ടുപോയി അവന്റെ ശക്തി നീ ഇരട്ടിയാവും, ഇവനെ തൊടാൻ പോലും പറ്റില്ല. അപ്പോഴാണ് ഇവനൊരു ബാത്റൂം ശങ്കണ്ണായതും, ഇവൻ എവിടെങ്കിലും ഒന്ന് ബാത്റൂം പോകണം എന്ന് ഇരിക്കണം. എവിടെയാണ് ഇരിക്കുക? അപ്പൊ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്ത്? ഈ ശിവലിംഗം എവിടെങ്കിലും വെക്കാനും പാടില്ല. കാരണം ശിവൻ പറഞ്ഞിട്ടുണ്ട്, ഇതെവിടെങ്കിലും വെച്ചു പോയാൽ അവിടെ ഉറച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി പശുവിനെയോ ആടിനെയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ആ കുട്ടിയെ വിളിച്ചോ ഇവിടെ വാ. അപ്പൊ ഈ രാവണന്റെ വിചാരം അത് ഈ പശുവിനെ നോക്കുന്ന ഏതോ ഒരു പൊട്ടൻ. അപ്പൊ ഇവനോട് പറഞ്ഞാൽ ഇവൻ ഇത് പിടിച്ചു നിന്നോളുന്നാണ്. സാക്ഷാൽ ഗണപതിയെ പിടിച്ചത്, അത് ഗണപതിയായിരുന്നു എന്നാണ്. ഏതായാലും കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. രാവണന്റെ വിചാരം ഇതൊരു ആട്ടിടയൻ, സാധാരണ പാവം പയ്യൻ, ഗതിയില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ പണിക്ക് പോകും. അപ്പൊ അതിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നിട്ടേ താഴെ വെക്കരുത്, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ നീ ഇവിടുന്ന് പോവാ. ഇങ്ങോര് പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ല. ആര്? രാവണൻ. അപ്പൊ രാവണൻ തിരിച്ചു വരണ്ടേ? രാവണനാണെങ്കിൽ പാവം ബാത്റൂമിലൊക്കെ പോയി കൈ കഴുകാൻ നോക്കുക, അവിടെ നിന്ന് വെള്ളവും കാണുന്നില്ലേ. ഇയാള് വെണ്ണന്വേഷിച്ച് പോയപ്പോഴേക്കും ഈ കുട്ടി ആ വിഗ്രഹം താഴെ വെച്ചു. രാവണൻ വന്നു നോക്കുമ്പോ കണ്ടു കുട്ടിയില്ല, പശുവില്ല, വിഗ്രഹം അവിടെ ഉറച്ചു കിടക്കും. രാവണൻ കുറെ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെയാണ് കഥ. എന്നിട്ട് പിന്നെ തിരിച്ചു പോയിന്നാണ്. അപ്പൊ ആ ശിവലിംഗം ഇവിടെ നിന്ന് രാവണന് കൊണ്ടുപോയില്ല. അതാണത്രേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഈ കഥയുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കഥയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അത് വരുന്നത് പാറ്റ്നയ്ക്കടുത്താണ്, ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ്. എന്താണ്? ജാർഖണ്ഡ്. അവിടെ വൈദ്യനാഥ് ശിവക്ഷേത്രമുണ്ട്. എന്താണ്? ആ ക്ഷേത്രത്തിലെ ശിവലിംഗം സാക്ഷാൽ പരമശിവൻ കൊടുത്താണ്. മനസ്സിലായില്ലേ? ഞാനും ആദ്യമായിട്ട് അതൊക്കെ കേൾക്കുന്നത്. എന്നോടൊരു മഹാത്മാവ് ഈ കഥ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. ഞാനിപ്പോ നവംബറിൽ ഒന്ന് പോകുന്നുണ്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. വൈദ്യനാഥ് ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് രാവണന് പരമശിവൻ കൊടുത്ത ശിവലിംഗമാണെന്ന സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ഭക്തനായിരുന്നു ആര്? അതുകൊണ്ട് സീതയുടെ സമ്മതമില്ലാതെ ഒരിക്കലും രാവണൻ സ്പർശിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം കാമമുണ്ടെങ്കിലും കാമാന്ധനായിരുന്നില്ല ആര്? രാവണൻ. അക്കാര്യത്തിൽ അയാൾ മര്യാദ ഉള്ള ഒരാളായിരുന്നു, അല്ലേ? ശരിയല്ലേ? അത് ഇന്നത്തെ കാലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാവണനേക്കാളും മോശക്കാരുണ്ടെന്ന്. അത് ക്രൂരത കാണിക്കുക, കൊല്ലുക എന്നൊക്കെ ഉള്ളത് നമ്മൾ പത്രത്തിൽ വായിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? എത്രമാത്രം ക്രൂരതയാണ് ചില കുട്ടികളോടൊക്കെ കാണിക്കുന്നത് നോക്കൂ. എന്നിട്ട് തൻ്റെ കാമം തീർത്തിട്ട് ആ കുട്ടിയെ കൂടി കൊല വിളിക്കുന്ന ആൾക്കാര്. ഇന്ന് ഈ തരത്തിലുള്ള ക്രൂരതകൾ ഉള്ള കാലത്ത് നോക്കുമ്പോൾ രാവണനെ അത്ര നമ്മൾ മോശമായിട്ട് കാണരുത്. രാവണൻ സീതയെ അപഹരിച്ചു. അതിപ്പോ രാവണനെ കുറ്റം പറയാനും പറ്റില്ല. അതിൽ കുറെ പങ്ക് ആർക്കുണ്ട്? സീതയ്ക്കുമുണ്ട്. കാരണം ആ ലക്ഷ്മണനെ അവിടെ വെച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു. ആണോ? അല്ലെങ്കിൽ സീത ലക്ഷ്മണന്റെ കൂടെ രാമാന്വേഷണത്തിനായി പോയിരുന്നെങ്കിലും ഈ ഒരു അപകടം ആർക്കുണ്ടാവില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് അതൊന്നും സീതയ്ക്ക്
തോന്നിയില്ല. പ്രക്ഷുബ്ധാവസ്ഥയിൽ എന്താണോ തോന്നിയത് അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ക്രോധം വരുമ്പോൾ എന്താണ് പറയുക, എന്താ ചെയ്യുക എന്നതിന് ബോധമുണ്ടാവില്ല. അതിൻ്റെ കോൺസിക്വൻസ് പിന്നീട് അനുഭവിക്കണം. അങ്ങനെ രാവണൻ സീതയും കൊണ്ട് പോകുമ്പോൾ നേരത്തെ ജടായു, കാവല് നിൽക്കാമെന്ന് പറഞ്ഞ ജടായു കാണുന്നതും ആ ജടായു രാവണനുമായി ഏറ്റുമുട്ടുകയാണ്. തൻ്റെ ഏറ്റവും പ്രിയനായ രാമന്റെ പത്നിയെ ഇവിടെ രാവണൻ അപഹരിക്കുന്നത് കാണുന്ന ജടായുവിൻ്റെ ഉള്ളിലുണ്ടായ ആ നോവ്, വേദന പറന്നുയർന്ന് രാവണന്റെ രഥമൊക്കെ ചിറകുകൊണ്ട് തട്ടി തകർത്തുകൊണ്ട് അങ്ങനെയൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ആ ജടായുവിൻ്റെ ചിറകിനെ ചന്ദ്രഹാസം കൊണ്ട് വെട്ടിയിട്ട് ആ ജടായു താഴെ വീഴുന്നു. രാവണൻ പോകുന്നു. ഇനി രാമൻ ലക്ഷ്മണനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വൈകാരിക ഒരു നിമിഷം, ലക്ഷ്മണ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ എന്താണ് സീതയെ വിട്ട് വന്നത്? അപ്പോഴേക്കും രാമന്റെ ഉള്ളിൽ നിന്ന് പറയാൻ തുടങ്ങി, എന്തോ ചില അനർത്ഥങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവണം. എനിക്ക് സീത നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം ഇതൊരു ട്രാപ്പാണ് എന്ന്, കാരണം ട്രാപ്പാണെന്ന് ചിന്തിക്കാൻ കാരണം എന്താണ്? ഒന്ന് മാൻ തന്നെ അകറ്റി അകറ്റി കൊണ്ടുപോയി. അത് മാനല്ല എന്ന് മനസ്സിലാക്കി അമ്പ് ചെയ്തപ്പോഴേക്കും ആ കരച്ചിൽ വളരെയധികം സീതയെ ഉള്ളിൽ തട്ടി കാണും എന്ന് രാമന് തോന്നി. കാരണം ലക്ഷ്മണൻ ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്കെന്തോ അപകടം പറ്റി എന്ന് ഇവർക്ക് തോന്നിക്കാണാം. അപ്പൊ മാനിന്റെ കരച്ചിലൂടെ അല്ലെങ്കിൽ മാരീചന്റെ കരച്ചിലൂടെ ഇവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ സീത എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊരു കൺക്ലൂഷനിലേക്ക് ആരെത്തി? രാമൻ. പിന്നെ അവിടുന്ന് ധൃതി വെച്ച് ഓടുകയാണ് രണ്ടുപേരും. അവിടെ വെച്ച് സീതയെ കാണുന്നില്ല. പിന്നെ അന്വേഷണമാണ്. നിങ്ങൾക്ക് രാമായണത്തിലെ വരികൾ അറിയാലോ. പള്ളികളോട് ചോദിക്കും, അവരോട് ചോദിക്കും, ആ മൂലയിൽ തപ്പും, ഈ മൂലയിൽ തപ്പും, കുടത്തിൽ തപ്പും, കിണറ്റിൽ തപ്പും, കുളത്തിൽ തപ്പും, എല്ലായിടത്തും തപ്പും. എന്നിട്ട് അവസാനം ലക്ഷ്മണനോട് പറഞ്ഞു, നീ ഉത്തരവാദിത്വക്കുറവ് കാണിക്കരുതായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മണൻ പറയുന്നത്, ഞാൻ ചില വാക്കുകളൊക്കെ കേട്ട് കാതുപൊത്തി അവിടുന്ന് ഓടിയതാണ്. ഒരിക്കലും സീതാമാതാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്കുകൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പൊ പിന്നെ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ച് ഈ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. സീത നഷ്ടപ്പെട്ട രാമൻ. വേണമെങ്കിൽ അനിയനും ജ്യേഷ്ഠനും അവിടെ ഇരുന്ന് കലഹിക്കാം. വേണമെങ്കിൽ അനിയനെ 2 കൊടുക്കാം. ഒരുപക്ഷെ അനിയൻ അതോടുകൂടി അവിടുന്ന് തിരിച്ചു പോരാം. കാരണം നിന്നെ ഏൽപ്പിച്ച ജോലി നീ മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടല്ലേ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന നേരത്തെ പറഞ്ഞ കാര്യമാണ്. സീത നഷ്ടപ്പെട്ടു എന്ന ആ ബോധം വരുമ്പോഴും തൻ്റെ ഉള്ളിൽ വരുന്ന ക്രോധത്തെ നിയന്ത്രിക്കാൻ ആർക്ക് പറ്റി? ആ ബന്ധം വഷളാക്കിയില്ലേ രാമൻ. അപ്പോഴും അനിയനെ ചീത്ത വിളിക്കുമ്പോഴും അത് സീതയുടെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കാൻ ആർക്ക് പറ്റി? രാമന് പറ്റി. അതുകൊണ്ട് ആ ക്രോധത്തെ നിയന്ത്രിച്ചു. പിന്നീട് അവിടെ ഇരുന്ന് ദുഃഖിക്കുമ്പോഴാണ് രാമനും ലക്ഷ്മണനും തീരുമാനിക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് ദുഃഖിക്കുകയല്ല ഇതിന് പരിഹാരം. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല, നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമാണ്. ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയാൽ അതിലിരുന്ന് മോങ്ങിക്കരഞ്ഞ ജീവിതം തീർക്കുക. അതാണിന്ന് ഒരുപാട് ആളുകളുടെ ജീവിതം. ഒരു ജോലി നഷ്ടപ്പെട്ട് അതോടുകൂടി ഡിപ്രഷനിൽ പോകും. വേറൊരു ജോലിക്ക് നോക്കണം, അതിന് മനസ്സ് സമ്മതിക്കണ്ടേ? ഒരു ബിസിനസ് നഷ്ടപ്പെട്ടു, അപ്പോഴേക്കും വിഷം കഴിക്കാനും തൂങ്ങാനാണ് ഹിന്ദുക്കൾ നോക്കുന്നത്. നിങ്ങൾ കുടുംബസമേതം തൂങ്ങുന്നു കണ്ടില്ലേ? എത്ര ക്രൂരമാണ്. കുട്ടികൾക്ക് പോലും വിഷം കൊടുത്തിട്ട് തൂങ്ങുന്ന അച്ഛനമ്മമാരില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഒന്ന് നഷ്ടപ്പെട്ടാലും വേറൊന്നിലേക്ക് തൻ്റെ ശ്രദ്ധ ഉയർത്തണമെങ്കിൽ അതിനൊക്കെയാണ് ഗുരുത്വം വേണ്ടത്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഹിന്ദുക്കൾക്ക് കുറവാണ്. മനസ്സിലായില്ലേ? വെറുതെ കുറെ വിദ്യാഭ്യാസത്തിന്റെ പൊങ്ങച്ചവും പണത്തിന്റെ അഹങ്കാരവും കുറെ ഷോയും മാത്രല്ലാതെ ഉള്ളു പൊള്ളയാണ്. പൊള്ളയായ മുളയുടെ, പൊള്ളയായ പനയുടെ അവസ്ഥയാണ്. പുറമേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇലയും നല്ല കൊലയും, പക്ഷെ ഉള്ളു വെറും പൊള്ളയാണ്. ഇതാണ് ഹിന്ദുവിന്റെ അവസ്ഥ. ഇതിലൊരു മാറ്റം വരുത്താനാവട്ടെ രാമായണം നമ്മൾ കേൾക്കുന്നത്. ഇനിയുള്ള തലമുറയെങ്കിലും നമുക്ക് നഷ്ടപ്പെടാത്ത വിധത്തിൽ അവരെയൊക്കെ നമുക്ക് ഉയർത്തിയെടുക്കാൻ രാമായണത്തിലൂടെ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കാൻ രാമായണം നമുക്ക് പ്രചോദനം നൽകട്ടെ. അപ്പൊ നാളെ നമുക്ക് ഇനി സീതാന്വേഷണമാണ്.
ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു യാത്ര, രാമനെ സംബന്ധിച്ച് സീതയില്ലാത്ത യാത്ര, ഇതുവരെ സീതയുള്ള യാത്രയായിരുന്നു, സങ്കീർണതയുടെ യാത്ര. അതിൽ രാമൻ നേരിടുന്ന പ്രശ്നങ്ങളും എന്നാൽ രാമന് വഴികാട്ടുന്ന ആളുകളും. അവസാനം സുഗ്രീവനിലേക്ക് എത്തുന്നു. നോക്കൂ നിങ്ങൾ, രാമൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലേക്കൊക്കെയാണ് രാമനെ എത്തിക്കുന്നത്. അങ്ങനെ കിഷ്കിന്ധയിലേക്ക് എത്തുന്നു, അവിടുന്ന് ലങ്കയിലേക്ക് എത്തുന്നു. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ആ രാമന് തന്നെ സഹായിക്കാൻ കുറെ ആളുകൾ, രണ്ടുപേര് മാത്രമായിരുന്നു പോയതെങ്കിലും സഹായിക്കാൻ ഒരു 10,000 ആളുകളുടെ സഹായം കിട്ടി എന്ന് പറയും. അപ്പം ഇതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, എന്താണ് അതിൻ്റെയൊക്കെ ഉൾപ്പൊരുളെന്ന്. ഏതായാലും രാമായണം നല്ലൊരു ജീവിത സന്ദേശമാണ്. പല കാര്യങ്ങളും നമുക്ക് രാമായണത്തിലൂടെ വരികൾക്കിടയിലൂടെ കണ്ടെത്തി പഠിക്കാൻ സാധിച്ചാൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, പ്രലോഭനമാവട്ടെ, പ്രയാസമാവട്ടെ, അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്ന് രാമായണത്തിലൂടെ വഴി കണ്ടെത്താൻ നമുക്ക് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ജീവിതം ഒരിക്കലും നിരാശയുടെ, ദുഃഖത്തിന്റെ, നഷ്ടത്തിന്റെ, കഷ്ടതയുടെ, ദുരിതത്തിന്റെ ഒരു ഇരുൾ നിറഞ്ഞതാവില്ല. ദുരിതങ്ങൾ ഉണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു വെളിച്ചം പുറത്തു കടക്കാനായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനുള്ള ഒരു മാർഗമാണ് ഇത്, രാമായണം. നാളെ നമുക്ക് കൂടുതൽ രാമായണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നാളെ സുന്ദരമായ സുന്ദരകാന്ഡാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും പാരായണം ചെയ്യാം. സുന്ദരകാന്ഡം ഏറ്റവും പ്രയാസമുള്ള ഒന്നുമാണ് ഇത്, സുന്ദരകാന്ഡം. പിന്നെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ രാമായണം എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തില് ഈ രാമായണത്തില് എല്ലാ വരികളിലും രാനോ മാനോ ഉള്ള അക്ഷരമുണ്ട്. എന്നാൽ 3 വരികളില് രാനോ മാനോ ഇല്ല. ആ 3 വരികൾ ഏതാണ്? ഏത് എന്താണ് ശ്ലോകങ്ങൾ എടുത്താലും ഒന്നുകിൽ അതിൽ രാ വരും, അല്ലെങ്കിൽ രാ എന്നല്ല, എന്താണ്, ഒന്നുകിലല്ല, ഏത് വരി എടുത്താലും അതിൽ രായും ഉണ്ടാവും മായും ഉണ്ടാവും. രാമ എന്നല്ല, രാ നക്ഷരവും മാനക്ഷരവും. എന്നാൽ 3 വരികളിൽ ഏതില്ല? രായുമില്ല, മായുമില്ല. അതേതാ വരികള്? അറിയുന്നവർ വല്ലവരും ഉണ്ടോ? അത് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇപ്പൊ പറഞ്ഞിരുന്നില്ല, ആദ്യം നിങ്ങൾ കണ്ടുപിടിച്ചു നോക്കിയത് എവിടെയാണ്, എന്താണെന്നുള്ളത്. ഇപ്പൊ എനിക്കൊരു പേടി എന്താ വെച്ചാൽ ഈ കുന്തമൊക്കെ ChatGPT-യോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അതുകൊണ്ട് പഴയ കാലമില്ലത്. ഇപ്പൊ ഒന്നും രഹസ്യമായിട്ട് വെക്കാൻ പറ്റില്ല. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ലീക്കായി പോണു. ഇനിയിപ്പോ വേറെന്താ കാര്യമുള്ളത്? അപ്പൊ അതുകൊണ്ട് ദയവായി ആരും ഗൂഗിളിനോട് ചോദിക്കരുത്, നീ ChatGPT-യോട് ചോദിക്കരുത്. സ്വയം കണ്ടെത്താൻ പറ്റുമോ നോക്ക്, എവിടെയാണ് ഈ 3 വരികൾ. നാളെ നിങ്ങൾക്ക് ഞാൻ ക്ലൂ തരും, എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇന്ന് പറയില്ലേ, നാളെ പറയുന്നു. ഏത് കാണ്ഡം എന്നൊക്കെ നാളെ കൃത്യം പറഞ്ഞുതരും, ഏത് ഭാഗം. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി അടുത്തെത്തിയില്ലേ നിങ്ങൾ? എളുപ്പമായി. എന്നിട്ട് കണ്ടുപിടിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേ ഒരു പ്രത്യേക പ്രൈസ് ഇവിടെ തരുന്നുണ്ട്. അതിപ്പോ സർപ്രൈസ് ആണ്, പറയില്ല. ഒരു പ്രൈസ് അവർക്കുണ്ട്. ആർക്ക്? കണ്ടുപിടിക്കുന്നവർക്ക്. അത് ഇപ്പം നിങ്ങൾ, എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം നമുക്കിവിടെ നിർത്താം. ജാനകി ജീവനസ്മരണം രാമ 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 രാമ